ലിറ്റർ ഡീസലാണ് കേട്ടോ അടിച്ചത്. ഇതിൻ്റെ ഇവർ വിടുന്നില്ല കേട്ടോ, ഇവർ ഫുള്ള് പ്രശ്നമാണ്. ഇവർ വണ്ടിയുടെ പേപ്പർ ഫൈൻ സ്റ്റേഷനിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ഞാൻ ഇതുവരെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒറ്റ വീഡിയോ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഹൈദരാബാദിലോട്ടുള്ള PSK ട്രാവൽസിൻ്റെ ഭാരത് ബെൻസിൻ്റെ 30 ബർത്ത് സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എരഞ്ഞിപ്പാലത്താണ് കേട്ടോ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. MMLE റോഡ് പാളയത്തു നിന്നാണ്. ഞാൻ ഒരു 10 മിനിറ്റ് ലേറ്റായി പോയി. അപ്പം ഫസ്റ്റ് ബോർഡിംഗ് പോയിന്റ് എടുക്കാൻ പറ്റില്ല. ഇവിടെ എരഞ്ഞിപ്പാലം ബസ് സ്റ്റോപ്പിനടുത്താണ് ഇതിൻ്റെ സെക്കൻഡ് ബോർഡിംഗ് പോയിന്റ് വരുന്നത് കേട്ടോ. സമയം 2:45 2:30 കോഴിക്കോട് നിന്ന് ഹൈദരാബാദ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് ഹൈദരാബാദിലോട്ട് 3 സർവീസ് ഉണ്ട് ടോട്ടല്. അപ്പം ഒന്ന് കല്ലടൻ്റെ ഇതാണ് സ്ലീപ്പറാണ്, പിന്നെ ഒന്ന് PSK, ഒന്ന് ഭാരതി. അത് പല സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ ഓടുന്നത്. അപ്പം നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ. ഭാരത് ബെൻസിൻ്റെ ഗ്ലൈഡേഴ്സാണ് കേട്ടോ. നല്ലൊരു വയലറ്റ് കളറിലുള്ള കിഡിലം ബസ്സാണ് കേട്ടോ. സൂപ്പർ, എനിക്ക് ഇഷ്ടമായി. അതാണ് നമ്മളെ ഡ്രൈവേഴ്സൊക്കെ. അപ്പോൾ ബസ് കളർ കോഡൊന്നുമില്ല. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇൻറ്റീരിയറൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. ഫുള്ള് കർട്ടണൊക്കെ ഇട്ടതിനെ കൊണ്ട് വെളിച്ചല്ല, ഞാൻ കർട്ടണൊക്കെ മാറ്റിയിട്ട് വെളിച്ചം കൂട്ടിയിട്ട് കാണിച്ചു കേട്ടോ. അപ്പം കർട്ടണൊക്കെ മാറ്റിയപ്പോൾ നല്ലൊരു വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടോ. ഇത് MG ഗ്ലൈഡേഴ്സാണ് കേട്ടോ. അതായത് 36 ബർത്ത് മോഡലല്ല, 30 ബർത്ത് മോഡൽ ബസ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ 30 ബർത്ത് സ്ലീപ്പർ വണ്ടികൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ചെയ്യുന്നതല്ല, ഞാൻ ട്രാവൽ ചെയ്യുന്നത് വരെ. ഇത് 12 മീറ്റർ ചേസിൽ ചെയ്യുന്ന ബോഡിയാണ് കേട്ടോ. ഇത് ഭാരത് ബെൻസിൻ്റെ MG മോഡൽ തന്നെയാണ്. നല്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ ഈ ഒരു പാഡിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ MG ഗ്ലൈഡേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സെയിം ടൈപ്പാണ്. പിന്നെ ഇവിടെയൊക്കെയാണ് ചെറിയൊരു മാറ്റങ്ങൾ വന്നത്. ഒരു ഹൈഡെക്ക് ഫീൽ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും നല്ല ഭാരത് ബെൻസ് ആയതുകൊണ്ട് നല്ല ട്രാവൽ കംഫർട്ട് ആയിരിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫുള്ള് പച്ച കളർ കർട്ടനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ബെഡൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബെഡൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ പില്ലോവും കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫുൾ സൈസ് പില്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും പില്ലോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡാണ് കേട്ടോ. ബസ്സിൽ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട്. മുമ്പേക്കോട്ടും പോയി നോക്കാം. ഇതാണ്ട് ഇതിൻ്റെ ലോവർ ബെർത്തിൻ്റെ ഒരു ഇത് വരുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് മറ്റേ ബസ്സുകളിലൊക്കെ ഉള്ള ഹൈറ്റ് കൂടുതൽ ഇതിന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ പുറത്തോട്ടുള്ള വ്യൂ കുറച്ച് കുറവായിരിക്കും. മുകളിലെ പുറത്തുനിന്നായിരിക്കും നല്ല കിഡിലം വ്യൂ ഉണ്ടാകും. പുറത്തേക്ക് കയറി പോകാനൊക്കെ നല്ല പ്രീമിയം ആയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് MG ബോഡി പണിയുക. അത് ബാക്കി ബസ്സുകളെ പോലെ തന്നെയാണ് ഇത്. 30 ബർത്ത് വണ്ടികളും നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലെ ബർത്തിൽ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ചാരി ഇരുന്നിട്ടോ എൻ്റെ തല ഇവിടെ തട്ടുന്നൊന്നുമില്ല, ഓക്കെയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും കിട്ടും. പക്ഷെ മുകളിലത്തെ ബർത്ത് നല്ല കിഡിലും വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞാൻ കാലിക്കറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സ്ലീപ്പർ ബസ്സിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ ഹോം ടൗൺ കാലിക്കറ്റാണ്, നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ്. അപ്പം ഇവിടുന്ന് ആദ്യമായിട്ട് ഒരു സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്, അതും ഹൈദരാബാദിലോട്ട് മുമ്പ് ഒരുപാട് ബസ്സുകളുണ്ടായിരുന്നു. കല്ലടൻ്റെയൊക്കെ സെമി സ്ലീപ്പർ, വോൾവോ, മൾട്ടി ആക്സിൽ ബസ്സുകൾ ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിന് ശേഷം അതൊന്നുമില്ല, അതെല്ലാം നിന്നുപോയി. ഇപ്പോൾ വളരെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വീതിയുള്ള ബർത്തുകളൊക്കെയാണ്. ഇത്രയും വീതി ഉണ്ട് ബർത്തൊക്കെ. പിന്നെ ഒരു ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ. നല്ല AC, നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ ഗ്ലാസ് നല്ല ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല സൂപ്പർ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് വെയിൽ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇവിടുന്ന് നല്ല വ്യൂ. പിന്നെ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യുന്നേരം മുകളിലത്തെ ബർത്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം, പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഹൈദരാബാദിലോട്ട് കാലിക്കറ്റിൽ നിന്ന് 1000 കിലോമീറ്റർ ആണുള്ളത്. ബാംഗ്ലൂർ പിക്കപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് 1000 കിലോമീറ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് പറയരുത്. വണ്ടി ഓടുന്നത് ഞാൻ ഡ്രൈവറെ അടുത്ത് സംസാരിച്ച സമയത്ത് 1025 കിലോമീറ്റേഴ്സാണ് നമുക്ക് ഓടാനുള്ളത് കേട്ടോ, കാലിക്കറ്റ് ഹൈദരാബാദ്. അപ്പോൾ റൂട്ട് വരുന്നത് കോഴിക്കോട് നിന്ന് താമരശ്ശേരി, അതേപോലെ ലക്കിടി, അതായത് വയനാട് ചുരങ്കേരി, ലക്കിടി, കൽപ്പറ്റ, ബത്തേരി, മുത്തങ്ങ വഴി മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അനന്തപുരി, കർണൂൽ, ഹൈദരാബാദ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹൈദരാബാദ് ട്രിപ്പും കൂടിയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്കുള്ള ഇതിൻ്റെ ഡബിൾ ബെർത്ത് വ്യൂ ആണ് കേട്ടോ. ഇത് ഡബിൾ ബെർത്തിൽ മീഡിയം കർട്ടണൊന്നുമില്ല, പക്ഷേ 2 സൈഡിലും കർട്ടണ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡ്രൈവർ ശക്തി അണ്ണനാണ്. ഇവരെ
മലയാളം കുറച്ചൊക്കെ പറയും, പിന്നെ തമിഴ്, ഇംഗ്ലീഷ് എല്ലാം സംസാരിക്കുന്നു. അപ്പോൾ ഒരു ക്രൂ മലയാളം സംസാരിക്കുന്ന വേറൊരു ക്രൂ ഉണ്ട്. ടോട്ടൽ ഇതിൽ 3 പേരാണ് ഉള്ളത്. അണ്ണാ ഹായ് சொல்லுங்க ப்ரோ. உங்கள பேர் என்ன? ராகுல். மலையாளியா? தமிழா? மலையாளம் தெரியும். ஓகே. அண்ணா உங்கள பேர்? பிரபு. தமிழ்நாட்டில் எங்கே ஊர்? சென்னையா? നിങ്ങളും തമിഴ്നാട് എന്നെ ഊര്? ചെന്നൈ എയർപോർട്ട്. ഈ നമ്പർ ആരാ കൊടുത്തത്? അങ്ങനെ നമ്മൾ താമരശ്ശേരി പിക്കപ്പ് പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. വയനാടേക്ക് നല്ല മയക്കാറുണ്ട് കേട്ടോ ഫ്രണ്ടില്. ബസ്സിന്റെ എക്സ്റ്റീരിയർ നമുക്ക് അവിടെ നിന്ന് അധികം കാണാനായില്ല കേട്ടോ. ബസ് ഇവിടെ നിർത്തിയപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. വണ്ടി ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കളറിൽ ഈ വണ്ടി കാണാൻ വേണ്ടി. ഇത് ചെറിയ വണ്ടി, അത് 11 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ 36 ബർത്ത് സ്ലീപ്പർ ബസ്സുകളായിരിക്കും. അപ്പം ഇത് ഗ്ലൈഡറിൻ്റെ സെമി സ്ലീപ്പർ ബോഡി പോലെ തന്നെയാണ് പുറത്ത് നോക്കിയാൽ കാണാം, പക്ഷേ ഉള്ളിൽ സ്ലീപ്പർ ആയിരിക്കും. പക്ഷേ ഇത് സ്ലീപ്പറിൽ ഇങ്ങനെ തന്നെയാണ് ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അതായത് 2018 BS4 ഇറങ്ങിയ സമയത്താണ്, 2018 to 20 അടുക്കുള്ള വന്ന വണ്ടികളാണ് കേട്ടോ ഇത്. പിന്നെ NL01B 3253 എൻ്റെ നമ്പർ വരുന്നത്. ഭാരത് ബെൻസിൻ്റെ ഒരു ലോഗോ ഫ്രണ്ടിൽ കാണാം. പിന്നെ ഈ സൈഡിൽ വേറെ ഹാപ്പിനെസ് ബിഗിൻസ് PSK Travels അവിടെ ഉണ്ട് അവരുടെ വെബ്സൈറ്റ്. അവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താമരശ്ശേരി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ഇവര് ചായയും ഒരു കിടിലം ബണ്ണും മേടിച്ചു തന്നു കേട്ടോ. ഇവര് മേടിച്ചു തന്നാണ്. ഇവര് ടീ ബ്രേക്കിന്റെ സമയമാണ് കേട്ടോ. താങ്ക്സ്. ഇവര് ഞങ്ങൾ 3 പേരാണ് കഴിക്കുന്നത്. അണ്ണ വണ്ടി പിടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല വൈബാണ് കേട്ടോ. ഇവര് നല്ല രസമാണ്, നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ക്യാബിൽ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും നല്ല കമ്പനി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. வரலையே
7:25 ആയി. നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞ് ബത്തേരിയിലോട്ട് പോവാറുണ്ടോ. ഈ മുകളിലത്തെ നല്ല കിട്ടിലും കാഴ്ചകളും സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നു. സമയം ഇപ്പൊ 5:45 കേട്ടോ. നമ്മള് ബത്തേരി എത്തിട്ടോ. ബത്തേരി നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ 6:05 നമ്മള് 15 മിനിറ്റ് നേരത്തെ വന്നു കേട്ടോ. 15 മിനിറ്റ് ഏർലി ആണ് കേട്ടോ ബസ്. അതും ഈ ചുരമെല്ലാം കയറി സൂപ്പർ ഡ്രൈവിങ്. നമ്മളെ ബസ്സിന്റെ മുഴുവൻ ബോർഡിംഗ് പോയിന്റും ഡ്രോപ്പിംഗ് പോയിന്റും ആണ് കേട്ടോ ഇത്. നമുക്ക് എന്നെ ബസ്സിലുള്ള പാസഞ്ചേഴ്സ് ഇവിടെ നിന്നൊക്കെയാണ് കയറിയത്. ബത്തേരി മിന്റ് ഫ്ലവർ റെസ്റ്റോറൻറ്റിൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ പിക്കപ്പ് വരുന്നത്. അത് നമ്മൾ KSRTC സ്റ്റാൻഡിലൂടെ ഒക്കെ പോകുന്നതിൻ്റെ മുമ്പുള്ള ആ കയറ്റം തുടങ്ങുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ പിക്കപ്പ്. പിന്നെ ബസ് ഓടിക്കുന്ന ആള് എന്തിനാണ് മടിയിൽ തോർത്തുകൊണ്ട് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിംഗ് വീൽ വന്ന് ഒരു കറുത്ത പൊടി ഇങ്ങനെ താഴെ വീഴും. അതുവരെ വൈറ്റ് പാൻറ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് കർണാടക RTC വൈറ്റ് പാൻറ്റിട്ട് ഓടിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു തോർത്തുകൊണ്ട് മടിയിൽ ഇടുന്നത് കേട്ടോ. സമയം 6:10 കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ എത്തിട്ടോ. കേരളത്തിൻ്റെ എക്സൈസ് ചെക്ക് പോസ്റ്റാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്താണ്. നമ്മൾ കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തതിന് ശേഷം ഇവിടെയാണ് കേട്ടോ ഫസ്റ്റ് ടോയ്ലറ്റ് ബ്രേക്ക് ഉള്ളത്. നമ്മളെ ഡ്രൈവേഴ്സ് വരുന്ന ലോട്ടറി എടുക്കാനുണ്ടോ. കാരണം അവർക്ക് തമിഴ്നാട്ടിൽ ഈ ലോട്ടറി പരിപാടിയൊന്നുമില്ല, ഒക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സാധനം എടുക്കാറില്ല കേട്ടോ. ഇതൊന്നുമല്ല, കേരളത്തിലെ ഗവൺമെൻറ്റൊക്കെ കുറച്ചും കൂടിയും ബുദ്ധിയും വിവരമൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അവർ ടൂറിസം അങ്ങനത്തെ കുറച്ച് ഇൻഡസ്ട്രി വ്യവസായത്തിലൂടെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടത്. നമ്മളെ നാടിൻ്റെ മെയിൻ വരുമാനം പിന്നെ ഈ ഒരു ലോട്ടറി മദ്യം ലോട്ടറിയാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ RTOൻ്റെ ഒരു ഫൈൻ പരിപാടി പിന്നെ നല്ലതാണ്. ആൾക്കാർ നിയമം പാലിക്കണം, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അത് നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലാണ്. റോഡും കാര്യങ്ങളൊന്നും നന്നാക്കാതെ ഭയങ്കര ഹെഫ്റ്റി ഫൈൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സേഫ്റ്റി മുഖ്യം.
മെഴ്സിഡീസ് ബെൻസിന്റെ ഇൻസ്റ്റേണൽ ക്ലസ്റ്റർ മാതിരി തന്നെ ഉണ്ടോ. ഇതിന്റെ സ്പീഡ് കാണിക്കുന്നതൊക്കെ ഉള്ളില് മൈൽസ് പെർ ഹവറിലും പിന്നെ അതേപോലെ വലുതാക്കി കാണിക്കുന്നത് കിലോമീറ്റർ പെർ ഹവറിലും ആണ് കാണിക്കുന്നത്. പിന്നെ അതിന്റെ എല്ലാ ഇൻഡിക്കേറ്റർ, അതായത് വണ്ടിന്റെ ടെമ്പറേച്ചർ, സ്പീഡ്, ഗിയർ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ എല്ലാം നമ്മളെ മെഴ്സിഡീസ് ബെൻസിൽ വന്ന ആ സെയിം മോഡലാണോ. உள்ள விட்டாதான் மத்த இது பண்ணுவானா. അപ്പം സമയം 7:25 നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടിൽപേട്ട്. നമ്മളെ കോഴിക്കോട് നിന്നൊക്കെ വരുന്ന എല്ലാ വണ്ടികളും നിർത്തുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു മലയാളി ഹോട്ടലാണ്, കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ, ഒരു തലശ്ശേരി ഹോട്ടലാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് 55 ആയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. നല്ല ഹോട്ടലാണ്, കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബസ്സുണ്ട്. ഈ റൂട്ടിൽ പോകുന്ന എല്ലാ ബസ്സും ഇവിടെ ആട്ടോ നിർത്താം. മെയിനായിട്ട് ഗവൺമെൻറ് ബസ്സുകളാണ് ഈ റൂട്ടിലുള്ളത്. ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ കുറവാണ്, ഫുള്ള് ഗവൺമെൻറ് ബസ്സുകളാണുള്ളത്. കറക്റ്റ് 8 മണിക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് മൈസൂർ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ മൈസൂർ സിറ്റി എൻ്റർ ആവും. അപ്പോൾ നമുക്ക് മൈസൂർ എത്തിയിട്ട് കാണാം. നമ്മൾ 9 മണിയൊക്കെ ആയപ്പോൾ മൈസൂർ എത്തിട്ടോ. മൈസൂർ KSRTC സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ അടുത്തുനിന്നാണ് നമ്മളെ ബോർഡിങ് വരുന്നത്.
സീനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരെന്തോ നിർത്തിയതിനാണ് ഡ്രൈവർമാരോട് ചൂടാകുന്നത്. കർണാടക പോലീസുകാരെന്ത് സീനാണ്, മൊത്തത്തിൽ സീന്. ഇവര് വിടുന്നില്ല കേട്ടോ, ഇവര് ഫുള്ള് പ്രശ്നമാണ്. ഇവര് വണ്ടിന്റെ പേപ്പർ ഫൈന് സ്റ്റേഷനിലോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ബോർഡിംഗ് പോയിന്റ് ഇവർ ക്യാൻസൽ ചെയ്ത് എലങ്കലോ അല്ല മജസ്റ്റിക്കുന്നോ എടുക്കാനാണ് പറയുന്നത്. അപ്പുറത്ത് വേറെ വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്, ഗവൺമെന്റ് വണ്ടിക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ. പിന്നെ ഉള്ള കുറേ ടീം അവിടെ നിന്ന് ബോർഡിംഗ് എടുക്കുന്നുണ്ട്. ആ ഫ്രണ്ടിൽ ആസ്റ്ററിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ബസ് ഉണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഒരുപാട് മൾട്ടി ആക്സിൽ ബസ്സുകളൊക്കെ അവിടെ നിന്ന് ബോർഡിംഗ് എടുക്കുന്നുണ്ട്. കർണാടക പോലീസ് കച്ചറയാണ് ഫുള്ള്. നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ എയർപോർട്ട് റോഡ് ടോള് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് ലെഫ്റ്റ്, നേരെ ഹൈദരാബാദ്.
സമയം അങ്ങനെ രാത്രി 2:10 നമ്മള് ബാംഗ്ലൂരൊക്കെ വിട്ട് ഒരു 100 കിലോമീറ്റർ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ടോയ്ലറ്റ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഡ്രൈവർ മാറിയിട്ടുണ്ട്, രണ്ടാമത്തെ ആളാണ് കേട്ടോ വണ്ടി എടുത്തത്. ഇപ്പോൾ നമ്മളങ്ങനെ ഡീസൽ അടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. കസ്റ്റമൈസ്ഡ് ടാങ്ക് കേട്ടോ. ഡീസലൊന്നും ഊറ്റി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇവർ സ്റ്റീൽ കൊണ്ടുള്ള കേജൊക്കെ കൊടുത്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. 300 ലിറ്റർ ഡീസലാണ് കേട്ടോ അടിച്ചത്. ഇതിൽ വൺ സൈഡ് പോകാനും 300 ലിറ്റർ ഡീസലാണ് നമുക്ക് ആവശ്യമുള്ളത്. സമയം രാവിലെ 6:30 ആയിട്ടോ. നമ്മൾ ഹൈദരാബാദിൻ്റെ 160 കിലോമീറ്റർ ബാക്കിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ രാവിലെ തന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ റോഡൊക്കെ പുതിയതായിട്ട് ടാർ ചെയ്തതാണ് കേട്ടോ, കുറേ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഹോട്ടലാണ് നിർത്തിയത്. ഒരു സാധാ ഒരു ധാബയാണ് കേട്ടോ ഈ റോഡ് സൈഡിലുള്ള, അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇപ്പോൾ നടക്കുന്ന ഒരു കല്ലട വരുന്നുണ്ട്.
നൈറ്റ് സർവീസ് ബസ്സിനെ പോലും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടില്ല കേട്ടോ. ഞാൻ ആദ്യം ഹൈദരാബാദ് റൂട്ടിൽ ഇങ്ങനെ ഒരു ബോറൻ ട്രിപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരു വണ്ടിയിലാണ് എന്തോ നമ്മൾ ടൈമിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും. പിന്നെ വണ്ടിൻ്റെ സ്പീഡ് 100 ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്താണെന്ന് അറിയില്ല. ഹെബ്ബാളിൽ 1 hour ലേറ്റ് ആയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് പോകുന്ന വണ്ടികളെല്ലാം പോയി. അത് 12 മണിയാകുമ്പോഴത്തേനും എല്ലാ വണ്ടികളും പാസ് ചെയ്ത് പോകും. പിന്നെ 12 മണിക്ക് ശേഷം ഹൈദരാബാദിക്ക് പോകുന്ന, അതായത് കേരളത്തിൽ നിന്ന് ഹൈദരാബാദിക്ക് പോകുന്ന വണ്ടികളാണ് വരാനുള്ളത്. നമ്മളെ ബിഗ് ബസ്, യാഷ് ട്രാവൽസിൻ്റെ 3 ബസ്സുകളുണ്ട്, അങ്ങനെ കല്ലടൻ്റെ 1-2 ബസ്സുകളുണ്ട്, 1-2 വോൾവോ ബസ്സുകളുണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരുപാട് സ്ലീപ്പറുണ്ട്, ഒരു 5-6 സ്ലീപ്പറുണ്ട് കല്ലടൻ്റെ ഹൈദരാബാദ് സ്ലീപ്പർ ബസ്സുകൾ. അപ്പോൾ അതിലുള്ളൊരു ബസ്സാണ് ഇപ്പം പോയത് കണ്ടത്. അപ്പോൾ യാസ് ട്രാവൽസൊക്കെ നമ്മൾ ഡീസൽ അടിക്കാൻ കയറിയ സമയത്ത് 1-2 പോയി, 1-2 ബാക്കിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ റൂട്ടിൽ ഒരു വണ്ടി പോലും കാണാൻ പറ്റില്ല കേട്ടോ. അതൊരു ഭയങ്കര ഒരുമാതിരി ഇതായിപ്പോയി. എന്തായാലും നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നവരെ കാണുമായിരിക്കും.
നമ്മൾ ഹൈദരാബാദ് സിറ്റിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ഡ്രോപ്പിംഗ് തുടങ്ങിയിട്ടോ. ആരംഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കണേ വിജയാനന്ദിൻ്റെ വോൾവോ 9600 സ്ലീപ്പർ ബസ്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 8:55. ഇതൊക്കെ രാത്രി 10 മണിക്കൊക്കെ അവിടെ നിന്ന് വരുന്ന വണ്ടികളാണ്. ഇതൊക്കെ അവിടെ എത്തി ഇപ്പോൾ എത്തുന്നതല്ല. ബേക്കിൽ വിജയാനന്ദിൻ്റെ വോൾവോ ഏഷ്യർ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. സമയം 9:05 ആയപ്പോൾ നമ്മൾ രാജേന്ദ്ര നഗർ എത്തിട്ടോ. രാജേന്ദ്ര നഗർ ഇവിടെയാണ് ബസ് ഇവിടം വരെ പോകുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്നും ബസ് കയറ്റി വിടില്ല. അത് ഹൈദരാബാദ് ട്രാഫിക് പോലീസിന്റെ റൂളാണ്. ഇവിടുന്ന് ചെറിയ ബസ് വന്നിട്ട് വാൻ പിക്കപ്പ് ആണ് കേട്ടോ. ഹൈദരാബാദിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലോട്ടും ഇവർ വാൻ പിക്കപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഡ്രോപ്പിംഗ് വണ്ടി. ഇതേപോലെ ഒരു ചെറിയൊരു ബസ്സാണ്. ആ ബസ്സിൽ കയറി എല്ലാവരും അവിടെയാണ് അവരുടെ ഡ്രോപ്പിംഗ് പോയിന്റ്. അവിടെ വരെ പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ബേക്കിലുള്ള ബസ്സുകളൊക്കെ കാണാം. ഓറഞ്ചിൻ്റെ ഒരു സ്കാനിയ സ്ലീപ്പർ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ പാർക്കിംഗ് ഇവിടെയാണ് കേട്ടോ. അശോക എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈയിലുള്ള ഒരു കിടിലൻ ടീമിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മളെ ബസ്സും കൂടി ഇവിടെ നിർത്തിയത്. അപ്പോൾ അതാണ് നമ്മൾ വന്ന വണ്ടി. ഇനി നമ്മൾ ഹൈദരാബാദിൽ നിന്ന് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊരു വോൾവോൻ്റെ ട്രിപ്പ് ആയിരിക്കും കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്തോരം സ്കാനിയർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെമി സ്ലീപ്പർ ആക്കിയിട്ട്. അശോകക്ക് ഒരുപാട് സ്കാനിയ ബസ്സുകളുണ്ട് കേട്ടോ. അതിൽ ഇവിടെ ഈ സൈഡൊക്കെ വേറൊരുപോലെ ബസ്സുകളാണ്. അധികവും മുംബൈ ഹൈദരാബാദ് ഓടുന്ന വണ്ടികളൊക്കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മളെ കേരളത്തിലോട്ട് പോകുന്ന വണ്ടികളും ഉണ്ട് കേട്ടോ. അപ്പം അത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.